ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ് വ്ലോഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങളായില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. നമുക്ക് ആക്സിഡൻ്റ് ആയ വിവരമൊക്കെ ഞാൻ വീഡിയോയിലൂടെ എല്ലാവരെയും അറിയിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും തിരക്കി, അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പെട്ടെന്നല്ല, കുറച്ച് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യിച്ചു എന്ന് എനിക്കറിയാം. ആദ്യം തന്നെ അതിന് സോറി പറയുകയാണ്. സോ അതിനെല്ലാം ഒരു കൺസിഡറേഷൻ പോലെ ഇന്ന് നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പ്ലാൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഓർഡർ ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് തന്നെ. നിങ്ങളുടെ ടേൺ വരാൻ നിങ്ങൾ ഉറപ്പായും വെയിറ്റ് ചെയ്യുക. കോൾസ് ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്ന ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക, സഹകരിക്കുക. എല്ലാവർക്കും ഓർഡർ എടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നത്. ഒട്ടും മെസ്സേജ് അയക്കാനൊന്നും അറിയാത്തവർ മാത്രം നമ്മളെ കോൾ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ മെസ്സേജ് നോക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് താഴെ പോകും. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് കാത്തിരിക്കുക ക്ഷമയോടെ. പിന്നെ പറയാനുള്ളത്, നമ്മൾ DTDC വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസ് അയക്കുന്നതാണ്. കസ്റ്റമറിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. ഓർഡേഴ്സ് എടുത്ത് വിത്തിൻ 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. ഈ 10 വർക്കിംഗ് ഡേയ്സ് ഒന്നും പോവില്ല, പക്ഷേ നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വിത്തിൻ 10 വർക്കിംഗ് ഡേയ്സ് എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. മുമ്പ് നമ്മൾ അത് എടുത്തിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് പ്ലാന്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ പവർ പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് പവർ പ്ലാന്റ് ആണ്. ഇതെപ്പോൾ വീഡിയോ ഇട്ടാലും നമുക്ക് തികയാറില്ല കേട്ടോ. ഇത്തവണ കുറച്ചധികം പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അറിയില്ല തികയോ എന്ന്. മാക്സിമം എല്ലാവർക്കും തരാൻ നോക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ക്രീപ്പറായിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം. സ്ഥലം ഇല്ലാത്തവർക്ക് ചട്ടിയിൽ ഒരു സ്റ്റിക്ക് വെച്ച് ഒതുക്കി കൊടുത്ത് വളർത്താനും പറ്റും. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. നല്ല വെരിഗേഷനാണ് ലീവ്സിന് വരുന്നത്. ഫ്ലവേഴ്സ് കാണാത്തവർക്ക് ഞാൻ സൈഡിൽ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് കൊടുത്തേക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്, 60 രൂപയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ്. നമ്മൾ ഓഫർ പ്രൈസിനാണ് എപ്പോഴും പ്ലാൻസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ വന്നിട്ട്. സെക്കൻഡ് പ്ലാൻ വന്നിട്ട് നമ്മുടെ യെല്ലോ ബ്രൈഡൽ ബൊക്കേറ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല യെല്ലോ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ ഉണ്ടാവേണ്ട ഒരു പ്ലാന്റ് തന്നെയാണിത്. നല്ല ഭംഗിയാണ്. വൈറ്റും അതുപോലെ യെല്ലോയും നല്ല രസമാണ് കാണാനായിട്ട്. നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഇരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് പ്ലാന്റൊക്കെ. ചിലത് പടർന്നതാണ്, ചിലത് ഈ ഒരു സൈസാണ്. ഈ ഒരു സൈസ് മുതൽ കുറച്ചും കൂടെ വലുപ്പമുള്ള സൈസ് വരെ ഉണ്ടാവും. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്, 50 രൂപ. ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ കാണാനും വളരെ രസമാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ചെറിയൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് പടർത്തിയൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ലോ മെയിൻറ്റെയിൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. വെള്ളം എപ്പോഴും ഒഴിക്കണമെന്നില്ല. അപ്പോൾ പ്ലാന്റ് അധികം നോക്കാൻ സമയമില്ലാത്തവർക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങി ഇഴിച്ചിട്ട് 1-2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും നനയ്ക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം നനയ്ക്കുക. അടുത്തതായിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. ഒരു ഫ്ലവർ തന്നെ 3 കളറിൽ വരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നൊരു പ്ലാന്റ് ആണ്. ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത്. 60 റുപ്പീസ്, 60 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള പ്രൈസ്. ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. പുറത്തൊക്കെ നല്ല വില കൊടുത്താണ് എല്ലാവരും വാങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഇതുവരെ വാങ്ങാത്തവരൊക്കെ ഇപ്പോൾ സ്വന്തമാക്കിക്കൊള്ളാം. നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വേണ്ടവരൊക്കെ വാങ്ങുക. ഇതിൻ്റെ പൂക്കൾ നമ്മുടെ ഇവിടെ വിരിഞ്ഞത് പൂക്കൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൂക്കൾ കണ്ടിട്ട് വരാം.
അപ്പോൾ ഇതാണ് കേട്ടോ യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ പ്ലാന്റ്. ഇതിന് സൺഡേ മൺഡേ എന്നും പറയും. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ വാങ്ങാത്തവരൊക്കെ വാങ്ങുക. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു പ്ലാന്റ് ആണ്. നമുക്ക് ഒരേ സമയം ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ടും ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ലെമൺ വൈൻ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതിലുണ്ടാവുന്ന ഫ്രൂട്ട്സ് നമുക്ക് വൈൻ ഉണ്ടാക്കാനും അതുപോലെ അച്ചാർ ഉണ്ടാക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേണ്ട, ഫ്ലവറിങ് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിങ് കഴിയുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്തേക്കാം. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അത് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരും. ഇതിൽ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടായതുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ലെമൺ വൈൻ്റെ ഫ്രൂട്ട്സ് വരുന്നത്. നമ്മുടെ നാരങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഒരു പുളിപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മുട്ട. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ളത്. റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അടുത്തതായിട്ട് നമ്മുടെ പുതിയ അതിഥിയാണ് നമ്മുടെ യെല്ലോ മെലസ്റ്റോമ. കഴിഞ്ഞ തവണ നമുക്ക് പെട്ടെന്ന് തീർന്നൊരു പ്ലാന്റ് ആണ്. ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ എത്തിയിട്ടുണ്ട്. 60 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ നോർമൽ മെലസ്റ്റോമയിൽ നിന്ന് ലീവ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പൂക്കൾ സെയിം മോഡൽ തന്നെ, കളറ് യെല്ലോ ആണെന്നേ ഉള്ളൂ കേട്ടോ. വളരെ ഭംഗിയുള്ളതാണ്. യെല്ലോ ഫ്ലവേഴ്സ് ആർക്കല്ല ഇഷ്ടമല്ലാത്തത്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. 60 റുപ്പീസ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കിട്ടാത്തവർ ഉറപ്പായിട്ടും വാങ്ങുക. ഇതിപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്നൊരു പ്ലാന്റാണ്. അത്രയും ഡിമാൻഡ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന്. നമ്മളിപ്പോൾ വീഡിയോയിൽ ഇട്ടില്ലെങ്കിൽ പോലും ഇത് ചോദിച്ചവരോട് റെഡിയായെന്ന് പറഞ്ഞാലും അത്രയും പേരുണ്ട് ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാൻസേ ഉള്ളൂ. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയക്കാം. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ മെലസ്റ്റോമ പ്ലാന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 45 റുപ്പീസാണ് കേട്ടോ. 45 രൂപ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റ് സീസണലല്ല, എപ്പോഴും ഫ്ലവേഴ്സ് തരും. പിന്നെ സ്ഥലമുള്ളവർ നിലത്ത് നടാനാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ സ്ഥലം ഇല്ലാത്തവർ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചട്ടി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ ചട്ടി സെലക്ട് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിൽ സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണ്. അതുപോലെ ദിവസവും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഫ്രേസർ ഐസ്ലാൻഡ് പ്ലാന്റ് ആണ്. ടെക്കോമാദ ഹില്ലി എന്നൊക്കെ പറയും. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാണാത്തവർക്കൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ലൊരു കാഴ്ച തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും ഡിമാൻഡ് ഉണ്ട് ഈ ഒരു പ്ലാന്റിന്. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. ആകെ 10 അല്ലെങ്കിൽ 15 പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഇത് തരാനുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ആ സുന്ദരിക്കുട്ടി. വളരെ ഭംഗിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റും ഈ ഒരു ഫ്ലവേഴ്സും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. പ്ലാൻസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരാൻ വേണ്ടി ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. കാരണം ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ എനിക്ക് നോക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു 2 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെ നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് മുട്ടുകളാണ് കേട്ടോ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മുട്ടുകളാണ്. ഇതിൻ്റെ തായ് വേരിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയും മുട്ട് വരും. അത്രയ്ക്കും ഭംഗിയുള്ള ഫ്ലവേഴ്സുമാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് വാങ്ങുക. 60 രൂപ 60 റുപ്പീസ് മാത്രമാണ് ഇതിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ പാസിഫ്ലോറ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ സൈഡിൽ കൊടുക്കാം. ഒരു റെഡ് അല്ലെങ്കിൽ ഒരു വൈൻ ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ പടർത്തി വിടാം. സീസണലല്ല, എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ചെറുതിലേ തന്നെ പൂക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. 50 റുപ്പീസ് 50 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇയാളെ പിന്നെയും കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് തികയാറില്ല ഈ പ്ലാന്റൊക്കെ. പിന്നെ ഈ ഒരു തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരാളാണ് നമ്മുടെ ഈ ഒരു ശ്രീലങ്കൻ മുല്ല എന്ന് പറയുന്നത്. കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു, വളരെ കുറച്ച് പേര് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരുമോ എന്ന്. അതുകൊണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ 45 റുപ്പീസാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ചാർജ് ചെയ്തിട്ടുള്ളത്.
നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. നമുക്കൊരു കുട്ടി മരം പോലെ ഇത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ 45 രൂപയാണ് ചാർജ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുടെ ഗാർലിക് വൈൻ, വെളുത്തുള്ളി ചെടി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സും ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലീവ്സിനടക്കം നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് കേട്ടോ. പൂക്കൾ വളരെ ഭംഗിയുള്ളതാണ്. നല്ല ലാവൻഡർ കളറും ഒരു വയലറ്റ് മിക്സൊക്കെ ആയിട്ടുള്ളൊരു നല്ല കൊലകൊലയായിട്ടുണ്ടാവുന്ന ഫ്ലവേഴ്സാണ്. സൈഡിൽ കൊടുക്കാം, കാണാത്തവർ കണ്ടോളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 45 റുപ്പീസാണ്, 45 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്കുള്ളത്. അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ അഥവാ പെട്രിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അതിൻ്റെ ബ്ലൂ ആണ്. ഇതിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഏതൊരു സെല്ലറുടെ നിന്ന് വാങ്ങിയാലും 100 എബോവ് ഇതിൻ്റെ റേറ്റ് പോവും. നമ്മൾ കൊടുക്കുന്നത് 60 റുപ്പീസാണ്. ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഒന്ന് ഈ ഒരു വയലറ്റ് ആണ്. വയലറ്റ് കളർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ ഒരു വയലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്, അതുപോലെ കോഞ്ചിയ അഥവാ പെട്രിയ പിങ്ക് എന്ന് പറയുന്ന പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് പെട്രിയയുടെ വൈറ്റ്. കണ്ടില്ല എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന്. ചിലത് ഈ ഒരു സൈസ് ഉണ്ടാവും, ചിലത് ഇതിൽ ചെറുതായിരിക്കും. പക്ഷേ പ്ലാന്റൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇത്തവണ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. ഇതിൻ്റെ വൈറ്റും പിങ്കും, പിങ്കിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ വൈറ്റിൻ്റെയും പിങ്കിൻ്റെയും കൂടെ ഒരുമിച്ച് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ സ്ഥലമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി ആണ്. ഒരുപാട് വൈഗ്രസ് ആയിട്ട് അങ്ങോട്ട് ക്രീപ്പറായിട്ട് പോവില്ല. നമുക്ക് നമ്മുടെ കൺട്രോളിൽ തന്നെ നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് പെട്രിയ വൈറ്റിൻ്റെ ഫ്ലവേഴ്സ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. പെട്രിയയുടെ വൈറ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. നമ്മളിപ്പോൾ എവിടെ തിരക്കിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ഈസിലി അവൈലബിൾ ആകും, കുറച്ച് റേറ്റ് ആണെങ്കിൽ കൂടി. പക്ഷേ വൈറ്റ് നമ്മൾ എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടാൻ കുറച്ച് പാടുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. എല്ലാവരുടെ അടുത്തു നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടാത്തൊരു വെറൈറ്റിയാണ്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. നമ്മുടെ കയ്യിൽ കുറച്ചധികം പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അത്രയും നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമുക്കൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഒരു 1 ഡേയ്ക്കുള്ളിൽ തന്നെ മിക്ക പ്ലാൻസ് ഔട്ട് സ്റ്റോക്ക് ആയി പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് പ്ലാന്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കമൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെസ്സേജ് അയക്കാം. ഇല്ല ഞാൻ പ്ലാന്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതാണ് പെട്രിയയുടെ പിങ്ക് അഥവാ കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ. ഇതിലും രസമായിട്ടാണ് കേട്ടോ ഇത് പിടിക്കുന്നത്. നല്ല ഭംഗിയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് വാങ്ങുക. പെട്രിയയുടെ പിങ്കിനും റേറ്റ് വരുന്നത് 60 റുപ്പീസ് തന്നെയാണ്. വൈറ്റിനും അതുപോലെ ബ്ലൂവിനും പിങ്കിനും നമ്മൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വേണ്ടവരൊക്കെ പെട്ടെന്ന് വാങ്ങുക. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ തവണയും കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ഹണിസക്കിൾ പ്ലാന്റ് ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ ജിഫിയിൽ ഇതുപോലെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു കൊടുക്കാറ്. അപ്പോൾ ഈ തവണയും നമുക്ക് ജിഫിയിലെ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പോലെ ഒരു ഫ്ലവർ തന്നെ 3 കളറിലാണ് ഇതിൽ വരുന്നത്. നമുക്ക് നല്ലൊരു ക്രീപ്പറായിട്ടും സ്ഥലമില്ലാത്തവർക്ക് പ്രൂൺ ചെയ്ത് കുറ്റിച്ചെടിയായിട്ടും വളർത്താൻ പറ്റും. ഇതിൻ്റെ സ്മെല്ല് പറയാതിരിക്കാൻ വയ്യാട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അത് പറഞ്ഞ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. മത്ത് പിടിപ്പിക്കുന്ന പോലെ ഒരു സ്മെല്ലല്ല കേട്ടോ. അത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇത് വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും. എനിക്ക് അത്ര ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. വിഷ് ലിസ്റ്റിൽ പോലും ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം എൻ്റെ ഗാർഡൻ ഇഷ്ടത്തിലേക്ക് കടന്നു വന്നൊരു പ്ലാന്റോടെയാണ് ഇവൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 50 റുപ്പീസ് 50 രൂപയാണ്. നല്ല ഭംഗിയുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഇങ്ങനെ ഈ
ഓർക്കിഡൊക്കെ വരുന്നത് പോലെ ഒരു തണ്ടിൽ അപ്പുറം ഇപ്പുറമായിട്ട് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുവരെ വാങ്ങാത്തവർ ഉറപ്പായിട്ടും വാങ്ങുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം. സീസണലല്ല, എല്ലാ സീസണിലും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ജാപ്പനീസുകാർ ചായ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്തോ നല്ല മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളൊരു പ്ലാന്റ് ആണ്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഇതിനുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, നമ്മുടെ പെട്രിയ പിങ്ക് അഥവാ കോഞ്ചിയ. ഏകദേശം ഈ ഒരു സൈസ് ഈ പ്ലാന്റിന് ഉണ്ടാവും. ഇത് കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള പ്ലാന്റ് ആണ്. എല്ലാത്തിനും ഈ വലിപ്പം കാണില്ല കേട്ടോ. ചിലത് ഈ വലിപ്പം ഉണ്ടാവും, ചിലത് ഇതിൽ ചെറുതായിരിക്കും. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം. അത്യാവശ്യം മീഡിയം സൈസ് തന്നെയാണ് എല്ലാ പ്ലാന്റിനും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പിങ്ക് പെട്രിയയുടെ പോലെ ഇരിക്കുന്ന ഫ്ലവേഴ്സ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഈ തവണ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നാളായിട്ടും ഈ പ്ലാന്റ് വാങ്ങാത്തവരൊക്കെ ഉറപ്പായിട്ടും വാങ്ങുക. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ തന്നിട്ടുള്ള ഒരു പ്ലാന്റ് കൂടെയാണ്. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ പ്ലാന്റ് കണ്ടോ, അതാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ്സ്. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ളതും. അടുത്തതായിട്ട് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ്. അപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ളത്. റേറ്റ് വരുന്നത് 40 റുപ്പീസ് തൊട്ട് 45 റുപ്പീസ് വരെയാണ്. അത് സൈസ് അനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റ് ഇടുന്നത്. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ 40 റുപ്പീസിൻ്റെ ഉണ്ടാവും. ചെറിയൊരു വലിപ്പ വ്യത്യാസമില്ല കേട്ടോ 45ൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തരാനുള്ള പ്ലാന്റ്. ചിലത് ഇതിലും ചെറുതായിരിക്കും. അങ്ങനെ ചെറുതായിട്ടുള്ളതിന് 40 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്, ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചെറുതിലെ തന്നെ പൂക്കുന്ന നമ്മുടെ ബ്രൈഡൽ ബൊക്കേറ്റ് വൈറ്റ് ആണ്. നമ്മൾ നേരത്തെ യെല്ലോ കാണിച്ചിരുന്നു. ഇതാണ് ബ്രൈഡൽ ബൊക്കേറ്റ് വൈറ്റ്. മിക്കതിനും ഇതുപോലെ മുട്ടുകൾ വന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. എല്ലാത്തിനും അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിലും മുട്ടുള്ള പ്ലാന്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. മെജോറിറ്റി പ്ലാന്റിലും മുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. സീസണൽ അല്ല, എപ്പോഴും കുഞ്ഞിലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ്. വള്ളിയായിട്ട് പടർത്താം. അതുപോലെ നിങ്ങൾക്കൊരു ചട്ടിയിൽ ഒരു ഇത് എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഷേപ്പിലൊരു കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒതുക്കി വളർത്താനും പറ്റും. നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് കൂടെയാണ്. അപ്പോൾ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കക്കടമുല്ലയാണ് കേട്ടോ. കക്കടമുല്ല ഉണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചു. ഒരുപാട് പൂക്കൾ ഒരേ സമയം തരുന്നതാണ് നമ്മുടെ ഈ ഒരു കക്കടമുല്ല. കക്കടമുല്ലയുടെ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അതുപോലെ നമുക്ക് പിങ്ക് ജാസ്മിനും ഉണ്ട്. പിങ്ക് ജാസ്മിൻ്റെ റേറ്റ് വരുന്നത് 45 റുപ്പീസാണ് കേട്ടോ. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കക്കടമുല്ല നിറച്ച് പൂത്താണ്. ഈ കാണുന്നതൊക്കെ തന്നെയാണ്. എല്ലാം തളിരിട്ട് ഇതുപോലെ മുട്ടൊക്കെ ആയിട്ട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരാനുള്ളത്. കണ്ടില്ലേ, നിറച്ച് പൂക്കളുണ്ടാവും. എപ്പോഴും പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ. എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഒരു ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ക്രീപ്പർ ഫ്ലവറിങ് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഗോൾഡൻ കാസ്കേഡ്. ഇത് സീസണൽ അല്ല. വൺസ് ഇത് കുറച്ചൊന്ന് പടർന്നു കഴിഞ്ഞാൽ ഇതെപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡിൻ്റെ ഫ്ലവേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയുള്ള യെല്ലോ കളറിലെ ഫ്ലവേഴ്സാണ്. താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാവുന്നത്. സീസണൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു വള്ളിച്ചെടി തന്നെയാണ് ഗോൾഡൻ കാസ്കേഡ്. പുറത്തൊക്കെ സെല്ലേഴ്സിൻ്റെ അടുത്ത് നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് കമ്പ് വെച്ചിട്ട് പുതിയ പ്ലാന്റ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ തരുന്ന ഒരു വള്ളിച്ചെടിയായിട്ട് ഇവൾ മാറും. അപ്പോൾ ഇതുവരെ ഇത് വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങുക. 60 രൂപയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു വർത്തായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അടുത്ത പ്ലാന്റ് നമുക്ക് കണ്ടിട്ട് വരാം. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മിനിയേച്ചർ അരീലിയ പ്ലാന്റ് ആണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 10 രൂപയാണ്. നമുക്ക് ബോൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റും, ബോർഡർ പ്ലാന്റ് ആക്കാൻ പറ്റും. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ വാങ്ങുക. കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ.
നല്ല പ്ലാന്റ് തന്നെയാണ്, നല്ല വെരിഗേഷനാണ് വരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മണിക്കൊന്ന, വെള്ളക്കൊന്ന, ബൾബ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഇപ്പോഴല്ല കേട്ടോ. ഇതിപ്പോൾ നാടനാണ്, ഇതിൻ്റെ ഹൈബ്രിഡാണ് നമുക്കിപ്പോൾ ഉള്ളത്. നാടൻ റെഡിയാകുമ്പോൾ അറിയിക്കാം. നാടൻ 1 വർഷം വരേക്ക് എടുക്കും പൂക്കാനായിട്ട്. ഹൈബ്രിഡ് പക്ഷേ വളരെ ചെറുതിലേ തന്നെ പൂത്ത് തുടങ്ങും. നമ്മുടെ കയ്യിൽ പൂത്ത പ്ലാന്റ്സ് വരെ ഉണ്ട് ഇപ്പോൾ ഹൈബ്രിഡിൽ നിങ്ങൾക്ക് തരാനുള്ളതില്ല. സെയിലുള്ള പ്ലാന്റ്സിൽ ചിലതിൽ മുട്ട് വന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ നന്നായിട്ട് പൂത്ത ഒരു പ്ലാന്റിൻ്റെ ക്ലിപ്പ് ഞാൻ അവസാനം കൊടുക്കാം. പ്ലാന്റ് സൈസും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു റൂബി പ്ലാന്റ് ആണ്, അഥവാ ചീരച്ചെടി എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അറിയപ്പെടണത്. നല്ലൊരു ബോർഡർ പ്ലാന്റ് തന്നെയാണ് ഇവള്. നല്ല ഭംഗിയാണ്. വെയിൽ നല്ല രീതിയിൽ കിട്ടും തോറും ഇതിൻ്റെ കളറ് വളരെ ഭംഗിയുള്ളൊരു കളറായിട്ട് വരും. നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡും ഒരു റെഡും ഒക്കെ തോന്നിക്കും. നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ്. നമുക്ക് ബോർഡർ പ്ലാന്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിൽ വെട്ടിക്കൊടുത്ത് നമുക്ക് ഒതുക്കി വളർത്താനും പറ്റും. പിന്നെ 3 രൂപയാണ് കേട്ടോ ഇവൾക്ക് ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ്. 10 രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് വരുന്നത്. 10 രൂപയ്ക്ക് ചിലപ്പോൾ 2 പ്ലാന്റൊക്കെ കാണും കേട്ടോ. അത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് പാക്ക് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ സാധാ സ്പൈഡർ പ്ലാന്റ് അല്ല, ഇതിലൊരു വെള്ള കളറിലെ പൂക്കൾ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത്. മറ്റേ പ്ലാന്റുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ലോറ പെറ്റാലം. ലോറ പെറ്റാലത്തിൻ്റെ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടി സൈഡിൽ കൊടുക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 45 റുപ്പീസാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്തവണ നമുക്ക് കൊടുക്കാനുള്ളത്. നല്ല പർപ്പിൾ കളറിലെ ലീവ്സാണ്. പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ്. പൂക്കളില്ലാത്തപ്പോൾ ഇതിൻ്റെ ലീവ്സും കാണാൻ നല്ല രസമാണ്. നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഇണക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിനെ നമുക്ക് ഒരു കുഞ്ഞു മരം പോലെ ഒതുക്കി വളർത്തി കൊണ്ടുവരാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ വെരിഗേറ്റഡ് വാതക്കൊല്ലിയാണ് കേട്ടോ. വെരിഗേറ്റഡ് വാതക്കൊല്ലി ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഒരേ സമയം നമുക്ക് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ സ്റ്റെമ്മിന് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറും അതുപോലെ വൈറ്റിന് ഒരു പെയിൽ ഗ്രീനും വൈറ്റും കൂടെയുള്ള ഒരു വെരിഗേഷൻ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്, നല്ല രസമാണ് കാണാൻ വേണ്ടി. ഒരു യെല്ലോ ടിൻറ്റും ഈ ഒരു പ്ലാന്റിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 15 റുപ്പീസാണ്, 15 രൂപയാണ്. നല്ല മെഡിസിനൽ പ്രോപ്പർട്ടിയുള്ള ഒരു പ്ലാന്റ് ആണ്. അടുത്തത് നമ്മുടെ ഈ ഒരു നീല ചെത്തിയാണ്. ഞങ്ങളുടെ ഇവിടെ നീലച്ചെത്തി എന്നാണ് പറയുന്നത്. ഇതിന് വേറെയും പേരുകളുണ്ട് കേട്ടോ. നീലച്ചെത്തി തന്നെയല്ല. ഇത് കണ്ടോ, ഇത് വളരെ ചെറിയൊരു പ്ലാന്റ് ആണ്. ചെറുതിലെ തന്നെ പൂക്കുകയും ചെയ്യുമെന്നുള്ളത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 20 റുപ്പീസാണ്, 20 രൂപയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നീലപ്പൂക്കൾ ഇഷ്ടമല്ലാത്തവരാരല്ലേ? അപ്പോൾ നീലപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരും. കണ്ടില്ലേ എന്ത് രസമാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഈ ഒരു പ്ലാന്റും വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. അടുത്തത് നമ്മുടെ ഈ ഒരു വൈറ്റ് സിങ്കോണിയം ആണ്. ഇതിൽ വൈറ്റ് തെളിഞ്ഞ് വരാനുണ്ട് കേട്ടോ. നല്ല വൈറ്റ് കളറാണ് ഇതിൻ്റെ ലീവ്സിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 10 റുപ്പീസും റൂട്ടഡ് പ്ലാന്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 15 റുപ്പീസുമാണ്, 15 രൂപയുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മൾക്ക് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസത്തിൽ വെക്കാൻ പറ്റും. നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അടുത്തത് നമ്മുടെ ഈ ഒരു വാടാമല്ലിയാണ്. വാടാമല്ലിയുടെ നോർമൽ കളറല്ല, ഇത് വേറൊരു പുതിയ കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 35 റുപ്പീസാണ്. നമ്മുടെ നോർമൽ വെറൈറ്റിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് 30 റുപ്പീസിനും ഇത് 35 റുപ്പീസിനുമാണ് കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. വയലറ്റ് കളറാണ് നോർമൽ കളറ്. ഇത് ഒരു പിങ്ക് കളറാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ക്രിപ്റ്റാന്തസ് വെറൈറ്റിയാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിലൊരു വൈറ്റ് പൂക്കൾ ഉണ്ടാവും. ഇത് കുറച്ചും കൂടെ കളർ വരാനുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് ബേബി പ്ലാന്റ് വെച്ച് റൂട്ടാക്കിയത് കൊണ്ടാണ് കളർ കുറവായിട്ട് തോന്നുന്നത്. റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്, 40 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ തവണ കൊണ്ടുവന്നിട്ടുള്ളത്. ലിപ്സ്റ്റിക് പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊന്നും കാണാത്തവർ ഉറപ്പായിട്ടും വീഡിയോ ഫുള്ള് കാണാം. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു മെഡിനില പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഇതിലുണ്ടാവുന്ന ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല രീതിയിൽ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റേറ്റ് വന്നിട്ട് 50 റുപ്പീസാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം.
ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. നല്ല മുന്തിരിക്കൊല പോലെ കിടക്കുന്ന ഫ്ലവേഴ്സാണ്. ഇത് വിരിയാനുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഇതിന് വരുന്നത്. നല്ല ഡാർക്ക് കളറാണ്. അപ്പോൾ ഇതുവരെ ഇത് വാങ്ങാത്തവരൊക്കെ വാങ്ങുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു സ്ട്രോബെറി എപ്പീഷ്യയാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 30 റുപ്പീസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോഴും എപ്പീഷ്യകളിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് സ്ട്രോബെറി എപ്പീഷ്യ. നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് കൂടെയാണ്. നല്ല കളറാണ്, നിങ്ങൾ കണ്ടില്ലേ, നല്ല കളറാണ്. നല്ല പിങ്ക്, ഡാർക്ക് പിങ്ക് കളറാണ് ഇതിൻ്റെ ലീവ്സിന് വരുന്നത്. നല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം. ഡയറക്റ്റ് ലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ലീവ്സ് ബേൺ ആയി പോകും. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിലത്ത് വെച്ച് കൊടുത്താലും നല്ല രീതിയിൽ പടർന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ഇതുവരെ വാങ്ങാത്തവരൊക്കെ ഇപ്പോൾ വാങ്ങിക്കോളുക. 30 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റാർലൈറ്റ് സിങ്കോണിയ ആണ്. നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല റേറ്റുള്ളതാണ്. ഇത് മിനിയേച്ചറാണ്. ഇത്രയും ഉണ്ടാവുള്ളൂ, ഇത്രയും പൊക്കം വയ്ക്കുള്ളൂ. കുറ്റിയായിട്ട് വളരുന്നതാണ്. പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റി ഉണ്ട്. 2 വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. റേറ്റ് വരുന്നത് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിനാണ് നമ്മൾ റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് 30 ആണ്. അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു മിനിയേച്ചർ പാമാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 50 റുപ്പീസാണ്. ഇത് പൊക്കം വയ്ക്കില്ല, ഒരുപാട് ബുഷിയായിട്ട് വളരും. എന്നിട്ട് വളരെ കുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ കോർണറിൽ, അതുപോലെ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഔട്ട്സൈഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ഷെയ്ഡുള്ള സ്ഥലം നോക്കി വെക്കുക, അല്ലെങ്കിൽ ലീവ്സ് ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് വിത്തിൻ 1 മന്ത് കൊണ്ട് തന്നെ പുതിയ തൈകളൊക്കെ ഉണ്ടായി കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മണിക്കൊന്ന അഥവാ വെള്ളക്കൊന്നയുടെ പ്ലാന്റ് സൈസ്. ഏകദേശം ഇത്രയൊക്കെ ആയിരിക്കും സൈസ്. ചിലത് ഇതിലും വലുതായിരിക്കും, ചിലത് ഇതിലും ചെറുതായിരിക്കും, ചിലത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ്. ഒരുപാട് പേര് കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നപ്പോൾ ചോദിച്ചിരുന്നു, തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതായത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് നമ്മൾ പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ പഴയ കാലം മുതലേ ഉള്ളൊരു പ്ലാന്റ് ആണ്. പക്ഷേ ഇപ്പോൾ എവിടെയും കാണാൻ കിട്ടാറില്ല. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ കൊടുക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സാണ്. അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്നോ റോസ് ആണ്. ഇത് സ്നോ റോസിൻ്റെ ഡബിൾ പെറ്റലാണ്. അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് ഈ തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നിറയെ പൂക്കളുണ്ടാവും, നക്ഷത്രം പോലെ. നമുക്ക് ബോൺസായി ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട്. ചെറിയ സൈസ് പ്ലാന്റിന് വരുന്നത് 30 റുപ്പീസും വലിയ സൈസ് പ്ലാന്റിന് വരുന്നത് 60 റുപ്പീസുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് കണ്ടിട്ട് വരാം. അടുത്ത പ്ലാന്റ് വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വൈറ്റാണ്. എത്ര കൊണ്ടുവന്നാലും തികയാത്തൊരു പ്ലാന്റാണ്. ഹാങ്ങിങ് പ്ലാന്റിൽ അത്രയും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ലിപ്സ്റ്റിക് പ്ലാന്റിൽ എനിക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് വൈറ്റും പിങ്കും. പിങ്കിൻ്റെ നമ്മുടെ കയ്യിൽ ലിപ്സ്റ്റിക്ക് വൈറ്റ് അവൈലബിൾ ആണ്, പിങ്ക് അവൈലബിൾ ആണ്, റെഡ് ഉണ്ട്, ടൈഗർ ലിപ്സ്റ്റിക് ഉണ്ട്, ഓറഞ്ച് ലിപ്സ്റ്റിക് ഉണ്ട്. വൈറ്റിനും പിങ്കിനും അതുപോലെ ടൈഗർ ലിപ്സ്റ്റിക്കിനും നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 40 റുപ്പീസാണ് ഒരു പ്ലാന്റിന് വരുന്നത്. ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പിങ്കിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. പിന്നെ റെഡിനും അതുപോലെ തന്നെ ഓറഞ്ചിനും വരുന്നത് റെഡിന് 30യും ഓറഞ്ചിന് 35ഉം ആണ് കേട്ടോ. നല്ല നിറച്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഈസി പ്രൊപ്പഗേഷനാണ്. ഇതിൻ്റെ കട്ടിങ്സ് മുമ്പ് കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ റൂട്ടഡ് പ്ലാന്റ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ്. ക്രിസ്മസ് കാറ്റസിൻ്റെ 5 കളേഴ്സ് ഇത്തവണ അവൈലബിൾ ആണ്. അതിൻ്റെ നമ്മുടെ കയ്യിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നതിൻ്റെ ഫ്ലവേഴ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയ. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ക്രിസ്മസ് പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. നമ്മുടെ കയ്യിൽ വിരിഞ്ഞിട്ടുള്ള കളേഴ്സ് എല്ലാം തന്നെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ 5 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഏതൊക്കെ കളേഴ്സാണ് വേണ്ടതെന്ന് പറയുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
ഇതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇഷ്ടമാതിരി പൂക്കൾ ഉണ്ടാവും. നല്ല ലൈറ്റ് ബേബി പിങ്ക് പോലത്തെ ഒരു പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ്. കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട്. ലിപ്സ്റ്റിക് പ്ലാന്റ് 5 വെറൈറ്റി, അതുപോലെ തന്നെ ക്രിസ്മസ് കാറ്റസ് 5 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ്. വേണമെന്നുള്ളവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്ന അത്രയും ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടംമാതിരി പൂക്കൾ തരും. സീസണൽ അല്ല, നിറയെ പൂക്കൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഉറപ്പായിട്ടും വളർത്തുക. അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു ലിപ്സ്റ്റിക് വെറൈറ്റീസ് എല്ലാം തന്നെ. അപ്പോൾ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ടൈഗർ ലിപ്സ്റ്റിക്ക്. ഇതിൽ പുലിവര പോലെ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിന് ടൈഗർ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലവേഴ്സ് ഇല്ലാത്തപ്പോൾ പോലും നല്ല ഒരു വെരിഗേഷനുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കളക്ഷനിൽ അത്രയും ചേർന്ന് പോകുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ ഫ്ലവേഴ്സിനും അതുപോലെ തന്നെ ലീവ്സിനും ഒരു പുലിവരയുടെ ഒരു സാമ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിനെ ടൈഗർ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. വളരെ ചെറുതിലേ തന്നെ പൂക്കുമെന്നുള്ള ഒരു പ്രത്യേകതയും ഈ ലിപ്സ്റ്റിക് പ്ലാന്റിനുണ്ട്. ലിപ്സ്റ്റിക് പ്ലാന്റ് എല്ലാം തന്നെ ഇഷ്ടമാതിരി പൂക്കൾ തരുന്നതാണ്. ഈ കാണുന്നൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്ന തൈകൾ. ഇത് തന്നെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കണ്ടില്ലേ. ഈ ഒരു സൈസൊക്കെ ജിഫിയിലുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് നമ്മൾ നിങ്ങൾക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കിഡ്നി പ്ലാന്റ് ആണ്. കിഡ്നി പ്ലാന്റ് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇത്തവണ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസാണ്. നല്ല റേറ്റുള്ള, അത്യാവശ്യം നല്ല റേറ്റുള്ള ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ ഇടാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് വാങ്ങുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ. ഇതിന് നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് പുറത്ത് ഒരു സെല്ലറുടെ നിന്ന് വാങ്ങാനാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ 60 റുപ്പീസാണ്. ഈ കാണുന്നതിൻ്റെ റെക്സ് ബിഗോണിയ വൈൻ്റെ ഹൈബ്രിഡ് ആണ് കേട്ടോ. ഇവൾ നല്ല രീതിയിൽ പടർന്നു ഇത്രയായിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് വെച്ച് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഞാൻ മാക്സിമം കുറഞ്ഞ റേറ്റിൽ തന്നെ ഇതുപോലെ ഓഫറിൽ കൊണ്ടുവരും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോട്ടസ് ഏരിയ ആണ്. ഒരുപാട് വെറൈറ്റി ഓഫ് ലോട്ടസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. വൺസ് നിങ്ങൾക്കൊക്കെ തരാൻ റെഡി ആകുമ്പോൾ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഓരോ പ്ലാന്റായിട്ട് കാണാം. ഇതാണ് കേട്ടോ ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ്. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കിഡ്നി പ്ലാന്റ്. അതിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അതുപോലെ ഒരുപാട് കിഡ്നിയും ഇതിലുണ്ടാവും. അതിൽ ഉറുമ്പുകളൊക്കെ വന്നിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വളർത്തുന്ന പ്ലാന്റിലൊന്നും അധികം ഇങ്ങനെ വരാറില്ല. ഇത് റെയിൻ ഫോറസ്റ്റിലൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ല പ്ലാന്റ് ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല. ഇതിൻ്റെ പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് 60 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതാണ് മണിമുല്ലയുടെ ഫ്ലവേഴ്സ്. നമ്മുടെ ഇവിടെ പൂത്തപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ് നമ്മൾ 60 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഒരുപാട് ഓർഡേഴ്സ് എപ്പോഴും വരാറുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാന്റ്സും അതിൻ്റെ വിശേഷങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ ഇതുപോലെയുള്ള ഓഫർ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പുതിയ കുറേ പ്ലാൻസുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.